കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും UDF-ഉം പ്രചരിപ്പിക്കുന്നത് പച്ചനുണയെന്ന് മുൻമന്ത്രി KT ജലീൽ. പോലീസ് കൃത്യമായാണ് അന്വേഷണം നടത്തിയതെന്നും KT ജലീൽ പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്വേഷണ സംഘത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ സർക്കാർ 89 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ഇതേ തുടർന്ന് 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്ന് KT ജലീൽ പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടായെന്നും സംഭവം നടന്ന് 85 ദിവസത്തിനുള്ളിൽ റിയാസ് മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിച്ചുവെന്നും KT ജലീൽ പറഞ്ഞു. റിയാസ് മൗലവി വധിക്കപ്പെട്ട ശേഷം സർക്കാർ 89 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു. അതേ തുടർന്ന് 3 പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ 3 പ്രതികൾ 7 വർഷമായി ജയിലിലാണ്. ഈ 7 കൊല്ലത്തിനിടക്ക് ഒരു ദിവസം പോലും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് ജാമ്യം നിഷേധിക്കാൻ തക്ക രൂപത്തിലുള്ള പോലീസ് റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും കാലം ഒരു വധക്കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടാതെ പ്രതികൾ ജയിലിൽ കിടന്നിട്ടുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. സംഭവം നടന്ന് 85 ദിവസത്തിനകം റിയാസ് മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം അഡ്വക്കേറ്റ് അശോകനെ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. എന്നാൽ റിയാസ് മൗലവി വധക്കേസിൽ കാസർഗോഡ് കോടതി വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും നടത്തിയ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്ന പ്രസ്താവന തികച്ചും അസംബന്ധമാണെന്നാണ് KT ജലീൽ പ്രതികരിച്ചത്. കുറ്റമറ്റ രീതിയിലാണ് കേസ് അന്വേഷണം നടന്നതെന്നും ജലീൽ പറഞ്ഞു. ഈ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാസർഗോഡ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഈ 3 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. അതേ തുടർന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും നടത്തിയ പ്രസ്താവന തികച്ചും അസംബന്ധമാണ്. അവർ പറഞ്ഞത് പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്നാണ്. സമീപകാലത്ത് നമ്മളുടെ രാജ്യത്ത് തന്നെ വന്നിട്ടുള്ള പല വിധികളും അത്ഭുതപ്പെടുത്തുന്ന വിധികളാണ്. ലീഗിന്റെ അവിടുത്തെ MLA ഉൾപ്പെടെ ഡോക്ടർ ശ്രീനിവാസൻ ആ ചുമതല ഏൽപ്പിക്കാൻ അർഹനാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കുറ്റമറ്റ രീതിയിൽ കേസ് അന്വേഷണം നടന്നത്. ഒരു സാക്ഷി പോലും കൂറുമാറാത്ത അത്യപൂർവം കേസുകളിൽ ഒന്നാണ് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട കേസ്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. 3 പ്രതികളെയും കോടതി വെറുതെ വിട്ട സംഭവം ഗൗരവമുള്ളതാണെന്നും സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കിയ വിധിയാണിതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇവിടെ കാണേണ്ട കാര്യം, സാക്ഷികളായി 97 പേര്, 375 രേഖകൾ, ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. 87 സാഹചര്യ തെളിവുകൾ, 124 മേൽക്കോടതി ഉത്തരവുകൾ, ഇതെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി. 2019 വിചാരണ നടപടികൾ തുടങ്ങി. കേസന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത്. അതിൽ ഒരു ഘട്ടത്തിലും ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം. അർപ്പണബോധത്തോടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തിയെന്നത് കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം M5 ന്യൂസ്, തിരുവനന്തപുരം.